അസ്സലാമു അലൈക്കും. ചില ആൾക്കാർ അവർ ഭയങ്കര സമ്പന്നരായിരിക്കും, അവരൊരുപാട് റിച്ച് ആയിരിക്കും. അവർ സമ്പന്നരാവാനുള്ള കാരണം അത് അവർക്ക് പണമുണ്ടായിട്ടോ, അല്ലെങ്കിൽ അവർക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ ഉയർന്ന പദവി അല്ലെങ്കിൽ സ്ഥാനം അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് ഫേമസ് ആയിട്ടോ, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു സ്റ്റാറ്റസ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടോ, ഇങ്ങനെയുള്ളത് കൊണ്ട് മാത്രമല്ല അവർ റിച്ച് ആവുന്നത്. മറിച്ച് അവർക്ക് ഇതൊന്നുമില്ലെങ്കിലും അവർക്ക് അള്ളാഹു ഉണ്ട്. ആൻഡ് ഇതാണ് അവരെ ഏറ്റവും വലിയ സമ്പന്നരാക്കുന്ന കാര്യം. ഇന്നത്തെ കാലത്ത് നമ്മൾ പണത്തിൻ്റെ പുറകെയും റിലേഷൻഷിപ്സ് ബന്ധങ്ങളുടെ പുറകെയും, അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ നല്ലൊരു സ്റ്റാറ്റസ് എനിക്ക് വേണം, നല്ലൊരു നിലയിൽ എനിക്ക് എത്തണം, അങ്ങനെ ഇതിൻ്റെ എല്ലാം പുറകെ നമ്മളുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും വലിയൊരു കാര്യത്തെ മിസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ ചിലരെങ്കിലും നമ്മളുടെ റബ്ബിനെ, നമ്മൾ അള്ളാഹുവിനെ നമ്മൾ മറന്നിട്ടായിരിക്കും നമ്മൾ നമ്മളുടെ ലൈഫിലെ യാത്രയിൽ മുന്നോട്ട് പോകുന്നത്. നമ്മൾ അള്ളാഹു നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? ആൻഡ് അള്ളാഹു നമ്മളുടെ ലൈഫിൽ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താണ് നേടിയത്? അള്ളാഹു നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിഷമങ്ങളൊന്നും ഇല്ല എന്നല്ല, പക്ഷേ നമ്മുടെ ലൈഫിലെ ഓരോ സെക്കൻഡും അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ആഴ്ന്നിറങ്ങി വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതിനെ കുറച്ചും കൂടെ സമാധാനത്തോടെ ഡീൽ ചെയ്യാൻ പറ്റും. കുറേയൊക്കെ ഭാരം നമ്മളുടെ തലയിൽ നിന്ന് ഒഴിവായി പോവും. ട്രസ്റ്റ് മീ, വൺസ് നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ഓരോ നിമിഷവും അള്ളാഹു നമ്മളുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ ലൈഫിൽ എന്ത് വലിയ ദുഃഖം വന്നാലും നമ്മൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയും, എന്നെ എൻ്റെ റബ്ബ് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പരീക്ഷണത്തിലൂടെയും വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വിഷമം കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് എന്തോ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വിഷമം എന്നെ അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പിക്കും, എന്നെ കുറച്ചുകൂടെ എൻ്റെ റബ്ബുമായിട്ട് ക്ലോസ് ആക്കും. നമ്മൾ മനസ്സിലാക്കണം, ഒരു കാരണവും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കില്ല. നമ്മളൊരു ബിലീവർ ആണെങ്കിൽ, നമ്മൾ യഥാർത്ഥമായിട്ടും അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ലൈഫിൽ നമ്മൾ വിഷമങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം നമ്മൾ നേരിടേണ്ടി വരും. പക്ഷേ ഇതൊക്കെ നേരിടുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ നമ്മുടെ റബ്ബ് ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സമാധാനത്തോടെ നിൽക്കാൻ കഴിയും. ആൻഡ് ഓൾസോ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല, നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നത് മാത്രമേ അള്ളാഹു നിങ്ങൾക്ക് നൽകുള്ളൂ. സൂറത്തുൽ ബഖറയിലെ ഈ ആയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ മുറുകെ പിടിക്കണം. നമ്മൾക്ക് താങ്ങാൻ പറ്റുന്ന വിഷമം ആയതുകൊണ്ടാണ് പടച്ച റബ്ബ് നമ്മൾക്കത് നൽകിയത്. ചില സമയത്ത് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഓർക്കണം, ഇതിനെല്ലാം പ്രതിഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഓരോ സെക്കൻഡും ഓരോ നിമിഷവും നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഓർക്കണം, ഇറ്റ്സ് ജസ്റ്റ് ദുനിയ, ഇത് വെറും താൽക്കാലികമായിട്ടുള്ള ലോകം മാത്രമാണ്. ആൻഡ് ഒരിക്കലും ഈ ഒരു ദുനിയാവിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നില്ല, എപ്പോഴും നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ല, എപ്പോഴും നമുക്ക് സമാധാനം ഉണ്ടാവണം എന്നില്ല. ആൻഡ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്, ഇതിനെല്ലാം കാരണം ഇതൊക്കെ നമുക്ക് എന്നേക്കുമായിട്ട് അനുഭവിക്കണമെങ്കിൽ, എന്നേക്കുമായിട്ട് നമുക്ക് സന്തോഷവും സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അത് സ്വർഗത്തിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ മാത്രമേ നമ്മൾ ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളും പരീക്ഷണങ്ങളും രോഗങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുള്ളൂ. ഇൻ ജന്ന, സ്വർഗത്തിൽ അവിടെ എന്നേക്കുമായിട്ടുള്ള സമാധാനവും സന്തോഷവുമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. സോ നമ്മളുടെ ലൈഫ് നമ്മളിൽ ഹാർഡാവുമ്പോൾ, നമ്മൾ ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും നമ്മളുടെ പ്രതീക്ഷ കൈവിടരുത്. സൂറത്തുൽ ദുഹയിൽ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, തീർച്ചയായിട്ടും നിനക്ക് പരലോകമാണ് ഏറ്റവും ഉത്തമം. ഈ ഒരു പ്രസൻ്റ് ആയിട്ടുള്ള ഈ ഒരു ജീവിതത്തിനെക്കാട്ടിയും നിനക്ക് ഏറ്റവും ഉത്തമം പരലോക ജീവിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ നമ്മളെല്ലാവരെയും പ്രോമിസ് ചെയ്യാണ്. ആൻഡ് ഈ ഒരു ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത് എന്നറിയോ? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വിഷമത്തിലൂടെയും ഒരുപാട് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന വിധത്തിൽ കടന്നു പോയപ്പോൾ
അള്ളാഹുവിൽ നിന്ന് ഏറെ കാലമായിട്ട് ഒരു വിവരവുമില്ലാത്ത സമയത്ത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരായത്താണ്. ആൻഡ് തീർച്ചയായിട്ടും ഈ ഒരായത്ത് നമ്മളെല്ലാവരെയും, എൻറ്റയർ ഉമ്മത്തിനെയും ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരായത്താണ്. തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു കാര്യമൊക്കെ നമ്മളുടെ മൈൻഡിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും നല്ലൊരു മുസ്ലിം ആവാൻ കഴിയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആൻഡ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും കൂടെ ഷെയർ ചെയ്യുക. ആൻഡ് ഐ എം ഷുവർ അവർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട. നിങ്ങളുടെ ഒറ്റൊരു ലൈക്ക് കാരണം മറ്റുള്ളവർ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ, അവരിലേക്ക് എത്തുകയാണെങ്കിൽ അതിൻ്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.